ശ്രീമതി ദിവ്യ ദിവാകരൻ, ഇവിടെ ഇപ്പോൾ ഇന്നലത്തെ കോടതി ഉത്തരവോടുകൂടി ഇനി എല്ലാ പ്രതീക്ഷയും SIT എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. SIT ആയിരിക്കും ഇനി ഈ കേസുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ തുടർ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കേണ്ടത്. അവിടെയാണ് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടില്ലാത്ത അതിന് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പുറത്തെത്തി കാര്യങ്ങൾ തുറന്നു പറയുകയും പരാതിപ്പെടുകയും ചെയ്ത ഒരു പരാതിക്കാരി പരസ്യമായി തന്നെ ഇന്ന് മാധ്യമങ്ങളോട്, ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞു, ഇന്നവർ മറ്റ് മാധ്യമങ്ങളോട് ഉൾപ്പെടെ അത് തുറന്നു പറയാൻ തയ്യാറായിരിക്കുന്നു. ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇനി മറ്റ് മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് ഈ പ്രത്യേക സംഘമാണെന്നിരിക്കെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളിൽ പരാതിക്കാരോടുള്ള അവരുടെ ഇടപെടൽ സംശയകരമാണ്. മുൻകൂർ ജാമ്യം ലഭിച്ചതിനെതിരെ അപ്പീൽ പോകുന്നില്ല. അവർ ഏതോ സമ്മർദ്ദത്തിന് അടിപ്പെട്ടു എന്ന് വരെ ഈ പരാതിക്കാരി സംശയിക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കണമോ? അല്ല, ഇത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ച സമയം മുതൽ തന്നെ ഈ ഒരു സംശയം പലരും ഉയർത്തിയിട്ടുള്ളതാണ്. കാരണം അങ്ങനെ ഒരു സംശയം ഉണ്ടാവണമെങ്കിൽ മിനിമം നമുക്ക് കോമൺ സെൻസ് മാത്രം മതി. കാരണം ഈ സർക്കാർ ഇപ്പം പ്രതിയായിട്ടുള്ള MLA മുകേഷ് പ്രതിയായിട്ടുള്ള ഒരു വിഷയത്തിൽ അയാളുടെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പോലും ഇതുവരെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധത്തെ പോലും അവഗണിച്ചുകൊണ്ട് അയാൾ അതേ സ്ഥാനത്ത് തുടരട്ടെ എന്ന് തന്നെയാണ് സർക്കാർ പ്രതിനിധികൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എത്രത്തോളം സർക്കാർ ഈ വ്യക്തിയെ, അല്ലെങ്കിൽ ഈ വ്യക്തിയെ മാത്രമല്ല, ഇതുവരെ അദ്ദേഹത്തിന്റെ കൂട്ടാളികളായിട്ടുള്ള മറ്റ് പ്രതികളെയും സംരക്ഷിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതേ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പാണ് ഈ പറഞ്ഞ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും നിയോഗിച്ചിരിക്കുന്നത്. അപ്പോ അത് വളരെ ക്ലിയർ അല്ലേ, വളരെ വ്യക്തമല്ലേ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരുടെ പക്ഷത്തായിരിക്കും എന്നുള്ളത്. ഇനി ഒരു പക്ഷം അതിനുള്ളവരെല്ലാം വളരെ സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും അവര് ഈ ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ നിയന്ത്രണത്തിലല്ലേ. അപ്പോ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനത്തിന് ചങ്ങല വീണിട്ടുണ്ടാവില്ലേ പല സമയങ്ങളിലും, അവർ നിയന്ത്രിക്കപ്പെടുന്നുണ്ടാവില്ലേ പല സമയത്തും. അവരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണം, സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ അവർക്ക് പറ്റുന്നുണ്ടാവും. ഇത് തുടക്കം മുതലേ ഉണ്ടായിരുന്ന സംശയമാണ്. ആ സംശയം യാഥാർത്ഥ്യമാണ്. വെറും സംശയം മാത്രമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇപ്പോ അടുത്ത ഈ സമയങ്ങളിൽ പല അതിജീവിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ആക്ച്വലി ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആണോ, SIT ആണോ, അതേ എവിഡൻസ് ഡിസ്ട്രോയിങ് ടീം EDT എന്നാണോ ഇതിനെ വിളിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഇപ്പം മീനു മുനീറാണ് ഇന്നലെ നിങ്ങളെ ചർച്ച ചെയ്യുന്നത് പങ്കെടുത്തത്, സംസാരിച്ചത്. ഇന്ന് പത്രസമ്മേളനം നടത്തിയത് അവർ തന്നെയാണ്. പക്ഷെ അവർ പറയുന്ന കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ലാപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും ഒക്കെ എവിഡൻസ് കളക്ട് ചെയ്തോട്ടെ, ഞാൻ കൊടുക്കാം. പക്ഷെ എന്തിനാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്? പല കാര്യങ്ങളും അവർ ഫോണിൽ നിന്നും ലാപ്പിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പൊ എവിഡൻസ് കളക്ട് ചെയ്യുന്ന ഒരു ടീമാണെങ്കിൽ ആ എവിഡൻസ് എടുത്തിട്ട് അതിന്റെ ഒറിജിനൽ അവരുടെ ലാപ്പിൽ സൂക്ഷിച്ചോട്ടെ. അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? മാത്രമല്ല, അവർ ഫേസ്ബുക്കിൽ നിമിഷം വരെ അവർക്ക് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തിയതാണ്, അവർ ഫേസ്ബുക്ക് പോയി എന്ന് പറഞ്ഞിട്ട്. ഫേസ്ബുക്ക് കാണാം, നമുക്ക് എടുത്തു നോക്കുമ്പോൾ മീനു മുനീർ എന്നുള്ള ഫേസ്ബുക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിലേക്ക് അവർക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ് ഇവരെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പാസ്വേഡും കാര്യങ്ങളും കൊടുത്ത് അവർ സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പം ഇവരെ, ഈ ഇരയാക്കപ്പെട്ട സ്ത്രീയെ പബ്ലിക്കുമായിട്ടുള്ള അവരുടെ ബന്ധം പൂർണ്ണമായിട്ടും കട്ട് ചെയ്യുക എന്നുള്ളതാണോ? അതേ ഇവരിനെ പൊതുസമൂഹത്തോട് യാതൊരുവിധ ആശയവിനിമയം നടത്താൻ പാടില്ല എന്നുള്ളതാണോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള മനസ്സിലാവുന്നില്ല. ഇത്രയും ഈ സമയം വരെ അവർ ഫേസ്ബുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ ഇവര് ശ്രമിച്ചിട്ടുമില്ല. അത് വേറെ വിഷയം. അവർ പ്രൈവറ്റ് ആയിട്ടാണ് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അത് സാങ്കേതികമായിട്ട് ശരിയാക്കാൻ പറ്റുന്നുള്ള കാര്യം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലിപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിരുന്നു. ഹൈക്കോടതിയുടെ ആ ഇടപെടലിനെ നമുക്ക് അഭിനന്ദിച്ചേ മതിയാവൂ. പക്ഷെ അതിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബാക്കിയുള്ള എല്ലാ കേസുകളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ബാക്കിയുള്ള എല്ലാ ഇത്തരം പീഡന വിഷയങ്ങളും ഇതേ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. SIT ഏൽപ്പിക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെ സംശയകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് ബാക്കി കേസുകളും കൂടി നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ
എന്ത് സംഭവിക്കുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായും അങ്ങനെ ഒരു ഗൗരവകരമായിട്ട് ആശങ്കയുണ്ട് എന്നതാണ് ദിവ്യ സൂചിപ്പിക്കുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ